രോഹിത്തേട്ടാ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രി അറസ്റ്റിലാകുന്നു. അതിനുശേഷം വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് തന്ത്രി മാപ്പുസാക്ഷിയാവുകയും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി അറസ്റ്റിലാവുകയും ചെയ്യുമെന്ന വാർത്തകൾ വരുന്നു. അതിനുശേഷം പെട്ടെന്നൊരു ദിവസം 6 ദിവസം മുൻപ് കിട്ടിയ പരാതിയിന്മേൽ രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലാകുന്നു. ഇതിനൊരു രഹസ്യാത്മക സ്വഭാവം ഉണ്ടായിരുന്നു. ഇത് പുറത്തേക്ക് പോകുന്നില്ല, ആരും അറിയുന്നില്ല. പെട്ടെന്ന് റൂമിൽ നിന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം ഈ കേസിന് പുറകെ പോകുന്നു. ഇതിന്റെ ഡീറ്റെയിലിങ്സിന് പുറകെയാണ് പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്തു, എത്ര രൂപ തട്ടിയെടുത്തു, അങ്ങനെ പല വാദങ്ങളും എല്ലാമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ ഒരു മാധ്യമ അജണ്ട ഉണ്ടായിരുന്നു. അല്ല, മാധ്യമ അജണ്ട ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ ഇപ്പോഴും വന്നിട്ടില്ല. ഒന്ന്, ഈ തന്ത്രിയെ മാപ്പുസാക്ഷിയാക്കി ദേവസ്വം മന്ത്രിയിലേക്ക് അന്വേഷണം നീളണം എന്ന തരത്തിലൊക്കെ സൈബർ വാർത്തകളൊക്കെയാണ് വന്നത്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടുള്ള അതിഭീകരമായ മാനസികമായ സമ്മർദ്ദത്തിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം വരെ ദൈവതുല്യനായി നടന്നൊരു മനുഷ്യനെ ഒരു ദിവസം കൊണ്ട് ഒന്നുമില്ലാതെ ഒരു സഹതടവുകാരോടൊപ്പം ഒരു ജയിൽ മുറിക്കുള്ളിൽ അടയ്ക്കുന്നു. അദ്ദേഹത്തിന് അവിടുത്തെ ആഹാരം പറ്റാതെ വരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. ICUവിൽ അഡ്മിറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതെ ICUവിൽ അഡ്മിറ്റ് ചെയ്യില്ല. അദ്ദേഹത്തിന് അതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ICUവിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളൊക്കെ നിറഞ്ഞപ്പോഴേക്ക് ആദ്യം ഒന്ന് പകച്ചു നിന്ന ഹൈന്ദവ സംഘടനകളെല്ലാം തന്നെ തന്ത്രിക്ക് അനുകൂലമായി വരുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. ആലപ്പുഴ BJPയുടെ ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വചസ്പതി അടക്കം അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കുന്നു. ഈ വിഷയത്തിന്മേൽ ചെങ്ങന്നൂർ MLA, ചെങ്ങന്നൂർ വോട്ടർ കൂടിയായ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ ചെങ്ങന്നൂർ MLAയും മന്ത്രിയുമായ സജി ചെറിയാൻ്റെ അഭിപ്രായം എന്താണ് എന്ന തരത്തിലൊക്കെ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുള്ളത്. കാരണം അദ്ദേഹം മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ കൂടിയാണ് തന്ത്രി. ഒരു മൃദു സമീപനം കൊടിക്കുന്നിൽ സുരേഷ്, കോൺഗ്രസ് നേതാവ്, ഈ വിഷയത്തിൽ തന്ത്രിയിൽ മേലെടുക്കുന്നു. തന്ത്രി എന്ത് കേസിന്മേലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന ചോദ്യം സൈബർ ഇടങ്ങളിൽ ഉയർന്നു വരുന്നൊരു സാഹചര്യം. സ്വാഭാവികമായും ഇതൊരു വലിയ സൈബർ യുദ്ധത്തിലേക്കും അല്ലെങ്കിൽ ഈ യുദ്ധം തെരുവിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതകളിലേക്കൊക്കെ പോകുന്ന സമയത്താണ് ഈ വിഷയത്തിന്മേൽ മാത്രം നിന്നിരുന്ന മാധ്യമങ്ങളെ മുഴുവൻ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. അത് രാത്രി ഇരുട്ടിൻ്റെ മറവിൽ രാഹുൽ താമസിക്കുന്ന ഹോട്ടൽ മുറിയിലേക്ക് ചെന്ന് അറസ്റ്റ് ചെയ്യുകയാണ്. ഇതിൽ ഒന്ന് രണ്ട് സംശയങ്ങൾ ഉണ്ടാകുന്നത്, ഒന്ന്, പരാതി ഇമെയിലിൽ ലഭിച്ചതാണ്. പരാതിക്കാരിയുടെ മൊഴിയെടുത്തിട്ടില്ല. ഓൺലൈനിൽ മൊഴിയെടുത്തിട്ടുണ്ടാകും. ഈ ഭ്രൂണം സൂക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും ആ ഭ്രൂണം ഈ പോലീസുകാരുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നറിയില്ല. പരാതിക്കാരി ഗൾഫിലായ പുറം രാജ്യത്ത് എവിടെയോ ആയതുകൊണ്ട് തന്നെ അത് ഇവിടേക്ക് എത്താനുള്ള സാധ്യതകൾ തുലോം തുച്ഛമാണ്. മാത്രമല്ല, മേഘ പറഞ്ഞതുപോലെ 6 ദിവസങ്ങൾക്ക് മുമ്പ് ലഭിച്ചൊരു പരാതിയാണ്. ആ പരാതിയിന്മേൽ രാഹുൽ പാലക്കാട് ഉണ്ടായിട്ട് പോലും കസ്റ്റഡിയിൽ എടുക്കാൻ ഇങ്ങനെ ഒരു ദിവസം എന്തിന് തിരഞ്ഞെടുത്തു എന്നൊരു ചോദ്യം കൂടി അവിടെ ബാക്കിയാകുന്നുണ്ട്. ഇപ്പോൾ രാത്രിയിൽ 12 മണിക്ക് ശേഷം ഉറക്കത്തിൽ കിടക്കുന്ന പാലക്കാട് MLA തട്ടി വിളിച്ചുകൊണ്ട് പോകുന്ന രംഗങ്ങളൊക്കെ കണ്ടു. അദ്ദേഹം ആദ്യം ചോദിക്കുന്നവർ രസകരമായൊരു ചോദ്യമാണ്, ഏത് കേസിലാണ് അറസ്റ്റ് എന്നാണ് ചോദിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അറിവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 2 കേസുകളിലും അദ്ദേഹം ജാമ്യം ലഭിച്ച് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. പക്ഷേ ഇതിലൊക്കെ ആത്യന്തികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ, ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം നിൽക്കുമ്പോഴും രാഹുൽ പൊതുസമൂഹത്തിൽ ഒരു രാഷ്ട്രീയക്കാരനായി തുടരാൻ യാതൊരു വിധമായ യോഗ്യതയും ഇല്ലാത്ത ആളാണ് എന്ന് ഈ 3 കേസുകളും തെളിയിക്കുന്നു. ഈ കേസുകളുടെ മെറിറ്റിലേക്കും അതിൻ്റെ എത്തിക്കൽ സൈഡിലേക്കൊക്കെ പോകുന്നതിനേക്കാൾ നല്ലത്, ഇപ്പോൾ പല സാഹചര്യങ്ങളുണ്ട്. അതായത് ഈ പെൺകുട്ടികൾ എന്തിനു പോയി, അല്ലെങ്കിൽ പെൺകുട്ടികൾ എന്തിന്, ഈ ഭർത്തൃമതികളായ പെൺകുട്ടികൾ എന്തിന് ഇതിന് വഴങ്ങിക്കൊടുത്തു എന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. പിന്നെ മാത്രമല്ല, ഇപ്പം സൈബർ ഇടത്തിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഇപ്പം രാഹുലിൻ്റെ വക്കീൽ തന്നെ ചോദിച്ചു, പെൺകുട്ടിയാണ് റൂം ബുക്ക് ചെയ്തത്, ആ സ്ത്രീയാണ് റൂം ബുക്ക് ചെയ്തത്, അവിടേക്ക് രാഹുൽ എത്തുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും കാര്യങ്ങൾ സംസാരിക്കാൻ റൂം ബുക്ക് ചെയ്ത് ഒറ്റയ്ക്ക് കാത്തിരിക്കേണ്ട സാഹചര്യം എന്താണ്? അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ബലാത്സംഗത്തിന് ശേഷവും ഇയാൾക്ക് ആഡംബര വാച്ച്, ആഡംബര ചെരുപ്പ് ഒക്കെ വാങ്ങാൻ ഈ പെൺകുട്ടി പണം കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ അതെങ്ങനെ ബലാത്സംഗമാകുമെന്ന ചോദ്യം ഉണ്ടാകുന്നു. ഉഭയകക്ഷി ബന്ധപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന തരത്തിലൊക്കെ വാദമുഖങ്ങൾ ഉയരുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ചേരുന്ന പണിയല്ല രാഹുൽ അത് ചെയ്തത്. മനുഷ്യപരമായി ചിന്തിക്കുമ്പോൾ, ധാർമ്മികതയുടെ ഭാഗത്തൊക്കെ നിന്ന് ചിന്തിക്കുമ്പോൾ, ഈ രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായി ഒഴിവാക്കി MLA സ്ഥാനം രാജിവെച്ച് അയാളുടെ സ്വകാര്യതയിലേക്ക് മാത്രം, അയാളുടെ സ്വകാര്യതയിൽ ഇരുന്നു കൊണ്ട് മറ്റൊരു ഉഭയകക്ഷി സമ്മതപ്രകാരം ഈ കാര്യങ്ങളൊക്കെ തുടർന്നാൽ ഒരു പരാതിയും വരില്ല എന്നത് മറ്റൊരു സത്യമാണ്. രാഹുൽ MLA ആയി പൊതുസമൂഹത്തിന് മുന്നിൽ തുടരുന്നതുകൊണ്ട് മാത്രമാണ് ഈ പരാതികൾ ഇത്രത്തോളം വരുന്നതും ഇത്രത്തോളം ചർച്ചയാകുന്നത്. അപ്പോൾ ഇന്നലത്തെ ദിവസം ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വളരെ ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. ചെറിയ വാർത്തകൾ മാത്രമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇന്ന് കേരളം നേരിടുന്ന ഒരു വിഷയങ്ങളെ മേലുള്ള ചർച്ചകൾ ഉണ്ടായില്ല. ആളുകൾ ഇലക്ഷൻ, മറ്റേത് ഒരു 100 സ്ഥാനാർത്ഥികളെങ്കിലും ഒരു ദിവസം ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങളും സാറ്റലൈറ്റ് മാധ്യമങ്ങളും ചേർത്ത് പ്രഖ്യാപിക്കുമായിരുന്നെങ്കിൽ ഇന്നലെ ഒരു സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിച്ച് കണ്ടില്ല എന്നൊരു സാഹചര്യം കൂടി നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും വാർത്തകൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് മാത്രം ഒതുങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തിനാണ് ഇനി രാഹുലിന് ഇത്രയും ഇമ്പോർട്ടൻസ്? അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അയാളുടെ
കയറി കോടതിയിലാണ്. വാർത്ത വേണം, അത് ഇത്രത്തോളം വലിയ ചർച്ചകളിലേക്കും ഇയാൾ ചെയ്ത കുറ്റങ്ങൾ അക്കമിട്ട് നിരത്തി വലിയ ഗ്രാഫൊക്കെ ഉണ്ടാക്കി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കേരളത്തിലെ മിനിറ്റുകൾക്ക് വരെയുള്ള മാധ്യമപ്രവർത്തകരൊക്കെ വന്നിരുന്ന് അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അവരോട് തന്നെ നമുക്കൊരു പുച്ഛം തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് പറയാതിരിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. അതിൻ്റെ ആവശ്യം രാഹുലിനുണ്ട്. കാരണം എന്താ, രാഹുൽ കോൺഗ്രസിൻ്റെ MLA ആയിരുന്നു, കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ആ രാഹുലിനെ പാർട്ടി തള്ളിക്കളഞ്ഞിരിക്കുന്നു. പാർട്ടി പ്രവർത്തകരെല്ലാം രാഹുലിൻ്റെ ഏറ്റവും അടുത്ത സംവിധാനം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലും VD സതീശനും വരെ ഈ രാഹുലിൻ്റെ ഈ അവസ്ഥയിലേക്ക് ആദ്യം നയിക്കുന്ന VD സതീശൻ്റെ തീരുമാനങ്ങളാണ്. അവിടെ വരെ എത്തി നിൽക്കുന്ന രാഹുൽ, ഒന്നുമില്ലാതെ രാഷ്ട്രീയ കേരളത്തിൽ നിൽക്കുന്ന രാഹുൽ ഇപ്പോൾ എന്താ പറയുക, ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ ജയിക്കും എന്നൊക്കെ പല ആളുകളും അയാൾ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയും. ഒന്നുമില്ല, വെറുതെയാ, അതൊക്കെ വെറുതെയാ. ഒരു 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 പിണറായി വിജയൻ പറഞ്ഞ വാചകങ്ങൾ, VS ഇരുത്തിക്കൊണ്ട് പറഞ്ഞ അതേ വാചകങ്ങൾ തന്നെയാണ്. കടലിൽ കിടക്കുന്ന വെള്ളം ബക്കറ്റിൽ കോരി വെച്ചാൽ തിരയടിക്കില്ല, ആ വെള്ളം കടലിൽ കിടക്കുമ്പോൾ മാത്രമേ പവർഫുൾ ആയിട്ടുള്ള തിരയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അയാളുടെ പേര് PC ജോർജ് എന്നൊക്കെ ആയിരിക്കണം. ആ PC ജോർജ് പോലും പിന്നീട് പൂഞ്ഞാറിൽ അടി പതറുന്നത് നമ്മൾ കണ്ടതാണ്. അത്രയൊന്നും രാഹുൽ വളർന്നിട്ടില്ല. രാഹുൽ രാഷ്ട്രീയ കേരളത്തിൽ അവിഭാജ്യ ഘടകമൊന്നുമല്ല. മാന്യനായി നിൽക്കുന്ന, ക്വാളിറ്റിയോടെ നിൽക്കുന്ന, നല്ല സ്വഭാവത്തിൽ നിൽക്കുന്ന, സൽസ്വഭാവിയായി നിൽക്കുന്ന, ആളുകളുടെ സഹോദരനായി മകനായി നിൽക്കുന്ന രാഹുലിനെ മാത്രമേ ഈ നാട്ടിൽ വിലയുള്ളൂ. ആ ഇമേജ് പോയിരിക്കുന്നു. ഇനി എന്തിൻ്റെ പേര് പറഞ്ഞാലും ഇപ്പം പറയുന്നത് പ്രായത്തിൻ്റെ ഉള്ള 35 വയസ്സുള്ള ചെറുപ്പക്കാരനെ ഇങ്ങനെ ഒരു 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 ഇതൊരു ഉഭയകക്ഷി പ്രകാരമുള്ള ലൈംഗിക ബന്ധം മാത്രമല്ലല്ലോ. അയാൾ അതിൽ കണ്ടെത്തുന്ന സന്തോഷങ്ങൾ, അയാളുടെ പ്രഷർ പോയിന്റുകൾ വേറെ പലതും ആണ് എന്നുള്ളതാണ് യഥാർത്ഥമായ സത്യം. അദ്ദേഹത്തിന് ഒരുപക്ഷെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിപ്പിക്കാനുള്ള സംവിധാനം വീട്ടുകാർ ചെയ്ത് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകണം എന്നുള്ളത് മാത്രമാണ്. മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇവിടുത്തെ ജനം അറിയാൻ ശ്രമിക്കുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ. പക്ഷെ ആ കാര്യത്തില് മാധ്യമങ്ങളെ മാത്രം കുറ്റം പറയാൻ മാധ്യമങ്ങളെ മാത്രമായിട്ട് കുറ്റം പറഞ്ഞില്ല. ഇങ്ങനെ ഇക്കിളിക്കഥകൾ കേൾക്കാനാണ് മനുഷ്യർക്ക് ഇഷ്ടം. പൊതുസമൂഹത്തിന് അതാണ് ഇഷ്ടം എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, സ്വാഭാവികമായിട്ടും അങ്ങനെ പൊതുസമൂഹത്തെ കുറ്റം പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇവിടെ രക്ഷപ്പെട്ടു പോകുന്നത് ഒരു കൂട്ടം ആളുകളാണ്, ഭരണകൂടമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ രാത്രിയിൽ 12 മണിക്ക് പോലീസുകാർ അത്ര ആവേശത്തിലായിരുന്നു. കാരണം പോലീസുകാരോടൊക്കെ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. പൊതുമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ കൈയടിക്കാൻ തോന്നുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണെങ്കിൽ പോലും ഞാനൊരു കാര്യം പറയും. ഇപ്പോൾ മേഘയ്ക്കൊരു നെഗറ്റീവ് പോയിന്റ് ഉണ്ട് എന്നിരിക്കട്ടെ. ഇപ്പോൾ മേഘ എന്ത് ചെയ്യണം, ചുറ്റുമുള്ള ആളുകളെ ഭയപ്പെടണം. അപ്പോൾ അത്തരം വിഷയങ്ങളിലേക്ക് ചെന്ന് ചാടാതെ രഹസ്യമായി പോവുകയാണ് വേണ്ടത്. ഇത് ഞാൻ പെർഫെക്റ്റ് അല്ലാതെ, അല്ലെങ്കിൽ മേഘ പെർഫെക്റ്റ് അല്ലാതെ മറ്റുള്ളവരെ പെർഫെക്റ്റ് ആക്കാൻ ഇറങ്ങിയാൽ ഉറപ്പായും അതിനൊരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒക്കെ ജയിച്ചു, വലിയ ഷോ ഒന്നുമില്ല, അതൊരു പരുവത്തിൽ കൂടെ അങ്ങ് പോയി മണ്ഡലത്തിൽ നിന്നൊക്കെ നിറഞ്ഞു നിന്ന് പോയിരുന്നെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടായില്ല. നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കാണിച്ച ആഘോഷമൊക്കെ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാരനെ കൊണ്ട് ആവുന്നതാണ്. പക്ഷേ അയാളുടെ പേഴ്സണൽ ലൈഫ് ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പുറത്ത് ആരും അറിഞ്ഞിട്ടില്ല. ഇനി ഈ കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് ഇടത് സൈബറിടങ്ങളും ഇടത് നേതാക്കന്മാരും ഉപയോഗിക്കുന്ന ഒരു വേർഡുണ്ട്, ക്രൈം സിൻഡിക്കേറ്റ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. നോക്കൂ, ഇപ്പോൾ അയാൾ പോലും തള്ളി പറഞ്ഞിട്ടുണ്ടെന്നേ. ഇപ്പോൾ അയാൾ എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ ഒരു സുഹൃത്ത്, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കഞ്ചാവ് കേസിൻ്റെ വീഡിയോ നമ്മൾ കണ്ടു. ഒരു കഞ്ചാവ് കേസിൽ പിടിച്ചൊരു ചെറുപ്പക്കാരൻ വണ്ടിയിൽ ഇരുന്നിട്ട് പറയുകയാണ്, നിങ്ങളെങ്കിലും ഒന്ന് വിശ്വസിക്കൂ, ഞാനത് അറിഞ്ഞതല്ല, വണ്ടി എൻ്റെതാണ്, സമ്മതിക്കുന്നു. ഇവർ പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ല. ഈ കൊണ്ടുവന്നവൻ പോലും പറയുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന്. അതായത് പെട്ടുപോവുകയാണ് ചില ആളുകൾ. ഇപ്പോൾ നമുക്ക് എത്രയോ സുഹൃത്തുക്കളുണ്ട്. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് പറയാം, മേഘ ഒന്ന് നാട്ടിൽ പോകാൻ തീരുമാനിക്കുകയാണെന്ന് വെക്കും. ഉദാഹരണം പറയാം, മേഘ ഒന്ന് നാട്ടിൽ പോകാൻ തീരുമാനിക്കുന്നു. മേഘയുടെ ഒരു സുഹൃത്ത് പറയാൻ, എടി ഞാൻ പോകുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാം. മേഘ ആ കാറിൽ കയറി പോവാണ്. ആ കാറിൻ്റെ ഡിക്കിയിൽ എന്താണ് ഉള്ളതെന്ന് മേഘയ്ക്ക് അറിയില്ല. പോകുന്ന വഴിയിൽ മേഘയെ ഒരു പോലീസ് അറസ്റ്റ് ചെയ്താൽ അവിടെ നിന്ന് തൊണ്ടി മുതൽ എന്തോ ആയിക്കൊള്ളട്ടെ, അത് ചിലപ്പോൾ സ്വർണ്ണമാകാം, കഞ്ചാവാകാം, അല്ലെങ്കിൽ ഒരു ശവശരീരം പോലും ആണ് എന്നിരിക്കും. ഉദാഹരണം പറയുകയാണ് ഞാൻ, നടക്കാതിരിക്കട്ടെ. ഞാൻ ഉദാഹരണം പറയാണ്. സ്വാഭാവികമായും വരാൻ പോകുന്ന വാർത്തകൾ എന്താണ്? 10 കിലോ കഞ്ചാവുമായി പെൺകുട്ടി പിടി, ഓൺലൈൻ മാധ്യമ പ്രവർത്തകയും, കുറച്ചാൾ മുമ്പ് വരെ ആയിരുന്നെങ്കിൽ മുഖ്യധാരാ മാധ്യമമായിരുന്നു, ഇപ്പോൾ ഓൺലൈൻ മാധ്യമമാണ്. ഓൺലൈൻ മാധ്യമ പ്രവർത്തകയും സുഹൃത്തു പറഞ്ഞു. നിങ്ങളിലേക്കും വരും ഫോക്കസ്. കാരണം എന്താ? നിങ്ങളാണ് പബ്ലിക്കലി അറിയപ്പെടുന്നൊരു മുഖം, കുറച്ചെങ്കിലും, മറ്റേയാളല്ല. അപ്പോൾ സ്വാഭാവികം നിങ്ങളെ ടാർഗറ്റ് ചെയ്യും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റിന് ഷാഫി പറമ്പിലേക്ക് കൊണ്ട് കെട്ടിയിട്ട് ഷാഫി പറമ്പിലിനെ തകർക്കാമെന്നൊരു തുടങ്ങിയിട്ടുണ്ട്. വടകരയിലെ ഫ്ളാറ്റിലേക്ക് ഈ പെൺകുട്ടിയെ വിളിച്ചു എന്ന് FIR രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വടകരയിലെ ഫ്ളാറ്റ് ഷാഫിയുടേതാണോ എന്ന് പലരും ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഇവർ ഒരു അമ്മ പറ്റ മക്കളെ പോലെ നടന്നവരാ. ഇവർ രണ്ടുപേരെയും വണ്ടിയുടെ നമ്പറുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? MLA ആയതിനു ശേഷം രാഹുൽ വാങ്ങിയ വണ്ടിയുടെ നമ്പരും MP ആയിരിക്കുന്ന ഷാഫി പറമ്പിലിൻ്റെ വണ്ടിയുടെ നമ്പരും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന വാഹനങ്ങൾ, ഒരുമിച്ചുള്ള യാത്ര, ഒരുമിച്ചുള്ള എല്ലാ കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാഫി വടകരയിൽ ഇല്ലാത്ത സമയത്ത് വടകരയിലെ ഫ്ലാറ്റ് ഉപയോഗിക്കാൻ അയാൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ ഞാനൊരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്ത് എറണാകുളത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയാണെന്ന് വെച്ചു. എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ അവിടെ ഇല്ലാത്ത ദിവസം ചാവി ചോദിച്ചാൽ ഞാൻ കൊടുക്കില്ലേ? മേഘ കൊടുക്കില്ലേ?
ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതവിടെ പോയിട്ടുണ്ടോ, ഷാഫിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഷാഫി തെറ്റുകാരനാണ്. ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് ഷാഫിയെ കൊണ്ടുവന്ന് ഇതിലേക്ക് കെട്ടാൻ പറ്റുക? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. രാഹുൽ കഴിഞ്ഞു, അടഞ്ഞ അധ്യായം തീർന്നു, ഇനിയില്ല. കേരള രാഷ്ട്രീയത്തിലും മലയാള സിനിമയിൽ ഇതൊരു വിഷയമൊന്നുമല്ല, പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇതൊരു വിഷയം തന്നെയാണ്. എഴുതി വെച്ചോ, രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതം 36ാമത്തെ വയസ്സിൽ അടഞ്ഞു. പക്ഷെ തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഇപ്പോഴും ഇല്ലേ? ഇപ്പൊ പലരും ഇതുപോലെ സ്ത്രീപീഡന പരാതികളുള്ള വൈകൃതങ്ങളുള്ള മനുഷ്യർ ഇപ്പോഴും രാഷ്ട്രീയത്തിൽ തുടരുന്നില്ല. അതുപോലെ അദ്ദേഹത്തിനും തിരിച്ചു വന്നുകൂടെ? അതെ, CPM ചേരേണ്ടി വരും, അല്ലെങ്കിൽ BJP ചേരേണ്ടി വരും. കോൺഗ്രസ് അയാളെ ഈ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ തിരിച്ചെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ യുഗം അവസാനിക്കേണ്ടിയിരിക്കുന്നു. അത് ഈ അടുത്തും അവസാനിക്കാനും പോകുന്നില്ല. അത്രയും കാലം ഇയാൾക്ക് ഒന്നുകിൽ സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കാം. ഇപ്പോൾ ഉദാഹരണം പറയാൻ, അത്രയും ക്വാളിറ്റി ഇല്ലാത്ത ആളല്ല കോർ കുഞ്ഞുമോൻ, എങ്കിൽ പോലും RSPയിൽ നിന്ന് വിട്ടുപോയപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കൊരു പാർട്ടി ഉണ്ടാക്കി, RSPയിൽ എന്നിട്ട് അയാൾ അവിടെ MLA ആയിട്ടിരിക്കുന്നു. PC ജോർജ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ജനപക്ഷം ഉണ്ടാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിലൊരു പാർട്ടി ഉണ്ടാക്കട്ടെ. എന്നിട്ട് സ്ത്രീ വിമോചനത്തിന് വേണ്ടിയും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സ്ത്രീ സംരക്ഷണത്തിനും വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിൽ നിന്ന് നയിക്കട്ടെ.